നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കർമ്മഫലത്തിന്റെ നല്ലൊരു പങ്ക് നാം ഭൂമിയിൽ തന്നെ അനുഭവിച്ചു തീർക്കും എന്നതിൽ തർക്കമില്ല. നമ്മുടെ ദുഷ്കർമ്മങ്ങൾ നമ്മുടെ ശക്തിയെയും മനസ്സിലെ സന്തോഷത്തെയും നശിപ്പിക്കും. ഒരു ജന്മം കൊണ്ടും അനുഭവിച്ചു തീർക്കാൻ കഴിയാത്തത് ആത്മാവിന്റെ പുനർജന്മത്തിലൂടെ പൂർത്തീകരിക്കും എന്നാണ് വിശ്വാസം. കളമെഴുത്തുപാട്ടുകൾ, പുള്ളുവൻ പാട്ടുകൾ മുതലായ ചില അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകളൊന്നും സാധാരണയായി വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ഉപയോഗിക്കാറില്ല. കാരണം അതിലെ വരികൾ ചില പ്രത്യേക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. മന്ത്രങ്ങളെ പോലെ ശക്തങ്ങളായ ആ വരികൾ ചൊല്ലുന്നതിന് ചില ഒരുക്കങ്ങൾ ആവശ്യമാണ്. ഇനി കേൾക്കാം സന്ധ്യാനാമം. ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്ത്രം ത്രിനേത്രം. ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്ത്രം ത്രിനേത്രം. ഖഡ്ഗം ശൂലം ച വജ്രം പരശുമഭയദം ദക്ഷഭാഗേ വഹന്തം നാഗം പാശം ച ഖണ്ഡാം പ്രളയഹുതവഹം ച അങ്കുശം വാമഭാഗേ നാനാലങ്കാരദീപ്തം സ്ഫടികമണിനിധം പാർവതീശം പാർവതീശം നമാമി. ത്രിശൂലധര ഢമരുക ശശിധര മൃഗധര ഗജ സർമാംബരധര ത്രിശൂലധര ഢമരുക ശശിധര മൃഗധര ഗജ സർമാംബരധര भूषण भूतगणाधिप पशुपति पार्वती रमण. भूषण भूतगणाधिप पशुपति पार्वती रमण. भुजंग भूषण भूतगणाधिप पशुपति पार्वती रमण. भुजंग भूषण भूतगणाधिप पशुपति पार्वती रमण. शांभवाय रे कैलासनाथ शांभवाय रे. शांभवाय रे कैलासनाथ शांभवाय रे. शांभवाय रे कैलासनाथ शांभवाय रे. शांभवाय रे कैलासनाथ शांभवाय रे.
पुरुषारतिपतिहरण विराट पुरुषारतिपतिहरण नीलकण्ठा कर्पूरगौरा नीलकण्ठा कर्पूरगौरा विराट पुरुषारतिपतिहरण विराट पुरुषारतिपतिहरण भस्मोधूलित भुल्लजडाधर भस्मोधूलित भुल्लजडाधर साम्ब सदाशिव करुणा सिन्धो शिव करुणा सिन्धो साम्ब सदाशिव करुणा सिन्धो शिव करुणा सिन्धो शाम्भवाय कैलासनाथा शाम्भवाय शाम्भवाय रे कैलासनाथ शाम्भवाय रे अरुणाचल रूप आदिसुखदायक अरुणाचल रूप अतिसुखदायक आबद्बान्धव अक्षय वरदा आपद्बान्धव अक्षय वरदा अरुणाचल रूप आदिसुखदायक अरुणाचल रूप अतिसुखदायक आबद्बान्धव अक्षय वरदा आपद्बान्धव अक्षय वरदा अखण्ड तव पति अंकित नरहरि 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 करजोडुनिया भजन करीतो करजोडुनिया भजन करीतो करजोडुनिया भजन करीतो करजोडुनिया भजन करीतो शाम्भवाय रे कैलासनाथ शाम्भवाय रे शाम्भवाय रे कैलासनाथ शाम्भवाय रे ओम नमः शिवाय शिवाय नमः ॐ नमः शिवाय शिवाय नमः ओम नमः शिवाय शिवाय नमः ॐ नमः शिवाय शिवाय नमः हर हर हराय हराय 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 नमः शिव शिव शिवाय शिवाय 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 नमः ओम नमः शिवाय शिवाय नमः ॐ नमः शिवाय शिवाय नमः ओम नमः शिवाय शिवाय नमः ॐ नमः शिवाय शिवाय नमः हर हर हराय हराय नमः हर हर हराय हराय नमः शिव शिव शिवाय शिवाय नमः शिव शिव शिवाय शिवाय नमः ओम नमः शिवाय शिवाय नमः ॐ नमः शिवाय शिवाय नमः ओम नमः शिवाय शिवाय नमः ॐ नमः शिवाय शिवाय नमः எங்கும் சிவாய எதிலும் சிவாய யாதும் சிவாய நாமம் சிவாய உலகும் சிவாய உயிரும் சிவாய வேதம் சிவாய கீதம் சிவாய மாற்றும் சிவாய ஊற்றும் சிவாய வீரும் சிவாய நெருப்பும் சிவாய மண்ணும் சிவாய விண்ணும் சிவாய ஒளியும் சிவாய ஒளியும் சிவாய பிரணவம் சிவாய பிரம்மம் சிவாய நாளும் சிவாய கோடும் சிவாய சர்வம் சிவாய சகலம் சிவாய சிவாய சிவ சிவாய சிவ சிவ சிவாய ஓம் शिवाय शिव शिवाय शिव शिव शिवाय ओ शिवाय शिव शिवाय शिव शिव शिवाय ओ शिवाय शिव शिवाय शिव शिव शिवाय ओ ചന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രവും രണ്ടാമത്തേത് വൈശാഖവുമാണ്. രണ്ടും ചേർന്ന ഋതുവാണ് വസന്തം. പ്രകൃതി പൂക്കളാൽ അലങ്കൃതമാകുന്ന ഈ കാലം അത്യന്തം പുണ്യകരമായ കാലമായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ കഥയമമ വൈശാഖ മാസവ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. കേൾക്കാം.
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ഭാരതീയരെ സംബന്ധിച്ച്, സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ വിശേഷപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വൈശാഖ മാസമാണ്. നമുക്ക് നിരവധിയായിട്ടുള്ള പുണ്യകാലങ്ങൾ മഹാത്മാക്കളായിട്ട് ചിട്ടപ്പെടുത്തിയത് നമ്മൾ ആചരിക്കാറുണ്ട്. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ പ്രയത്നം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള രാമായണ മാസക്കാലം, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൃശ്ചിക മാസക്കാലം അല്ലെങ്കിൽ മണ്ഡലകാലം, അതും അല്ലെങ്കിൽ ഭഗവതിയെ ആരാധിക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന നവരാത്രിക്കാലം. ഇങ്ങനെ ആരാധനയ്ക്കായിട്ട് പല പല സമയങ്ങൾ മാറ്റിവെക്കുന്ന ഒരു പാരമ്പര്യം സനാതന ധർമ്മത്തിലുണ്ട്. അങ്ങനെ ഭഗവാനെ ആരാധിക്കാനായിട്ട് വിശേഷപ്പെട്ട അവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും ഔന്നത്യത്തിലുള്ളൊരു സമയമാണ് ഈ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസം. ആ പേരിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ സമയത്ത് ആരെയാണ് ആരാധിക്കേണ്ടതെന്ന്. ഈ സമയം വിഷ്ണുവിനെ ആരാധിക്കാൻ, ഗുരുവായൂരപ്പനെ ആരാധിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് വൈശാഖ മാസം. അതും ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ലക്ഷ്മി സമേതനായിട്ട്, ലക്ഷ്മി നാരായണ ഭാവത്തിലാണത്രേ ഈ സമയത്ത് ഭഗവാനെ ആരാധിക്കേണ്ടത്. അതിനൊരു വ്രതചര്യ രീതി പൊതുവിൽ ഭാരതത്തിൽ അവലംബിച്ച് പോരാറുണ്ട്. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് വൈശാഖ മാസത്തിലുള്ള വ്രതം എങ്ങനെയായിരിക്കണമെന്നും ആ വ്രതത്തിൻ്റെ ഒരു സിദ്ധി എന്തൊക്കെയാണ് ആ വ്രതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുമാണ്. വൈശാഖ മാസത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ലഘുവായിട്ട് വിചാരം ചെയ്യാം. അതിലൊന്നാമത് സ്നാനമാണ്. സ്നാനത്തിന് വളരെയധികം പേര് കേട്ടൊരു മാസമാണ് വൈശാഖ മാസം. ഇപ്പം നമ്മൾ കുംഭമേളയൊക്കെ നടക്കുന്ന സമയത്ത് ആ സമയത്ത് സ്നാനം ചെയ്യുന്നത് ഗംഭീരാണ് എന്ന് പൊതുവിൽ പറയാറുണ്ടല്ലോ. അതുപോലെ വൈശാഖ മാസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള സ്നാനം, അതേത് നദിയോ ആയിക്കോട്ടെ, ഭാരതത്തിലുള്ള പുണ്യ നദികളുടെ ഒക്കെ തന്നെ സാന്നിധ്യം നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള നദികളിൽ പോലും ബ്രാഹ്മമുഹൂർത്തത്തിൽ വൈശാഖ മാസത്തിൽ ഉണ്ടാവും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനടുത്തുള്ളൊരു ജലാശയമാണെങ്കിലും അവിടെ പോയിട്ട് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ഭാരതത്തിലെ വിശേഷപ്പെട്ട പുണ്യ നദികളിൽ സ്നാനം ചെയ്ത പുണ്യം നമുക്ക് കിട്ടുന്നതാണ്. അപ്പം സ്നാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. 2, ഈ വ്രതചര്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സാധിക്കുന്ന തരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണ് ദാനം ചെയ്യാൻ സാധിക്കുക? പൂർവികന്മാർ പറയുന്നത് ഏറ്റവും ലഘുവായിട്ടുള്ള വസ്തുക്കൾ കൊടുത്താലും മതി എന്നാണ്. സാധിക്കുന്ന സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ കഴിവിൽ നിന്നുകൊണ്ട് ദാനം ചെയ്യുക. അല്ല, സാധാരണക്കാരാണെങ്കിൽ എന്തൊക്കെ കൊടുക്കാൻ സാധിക്കും? ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് തണ്ണീർപ്പന്തലുകൾ സൃഷ്ടിക്കുന്ന രീതി പണ്ട് കാലത്ത് വൈശാഖ മാസത്തിൽ ഉണ്ടായിരുന്നതാണ്. ഈ സമയം ഞാൻ പറയാതെ തന്നെ അറിയാം, വലിയ രീതിയിൽ ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വഴിയാത്രക്കാർക്ക് ഛത്രം അഥവാ കുട ദാനം ചെയ്യുന്ന രീതി പണ്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അവശരായിട്ടുള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് നമ്മളാൽ സാധിക്കുന്ന ഔഷധങ്ങൾ ദാനം ചെയ്യുക, മരുന്നുകൾ വാങ്ങിക്കൊടുക്കുക. ഇതും വളരെ പ്രാധാന്യമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഈ വൈശാഖ മാസത്തിൽ ഉൾപ്പെടെ ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത്. സ്നാനവും ദാനവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പുരാണ ശ്രവണത്തിനാണ്. വൈശാഖ മാസത്തിൽ ഏതെങ്കിലും ഒരു പുരാണം നിത്യേന നമ്മൾ കേട്ടിരിക്കണം എന്നുള്ളതാണ് വിധി. ഏത് പുരാണം വേണമെങ്കിലും ആവാമെങ്കിലും കുറച്ചുകൂടെ പ്രാധാന്യം ഈ സമയത്ത് കൊടുക്കുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് സാക്ഷാൽ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ കഥകൾ കേൾക്കുന്നത് ഏറെ വൈശിഷ്യാണ് എന്ന് മഹാത്മാക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസക്കാലത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ, അത് ഏത് തന്നെ ആയിക്കോട്ടെ, മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് ക്ഷേത്രങ്ങളിലും ഈ സമയത്ത് ശ്രീമദ് ഭാഗവത സപ്താഹങ്ങൾ വലിയ തരത്തിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ കാരണം കൊണ്ടാണ്. സജ്ജനങ്ങൾക്ക് ഈ വേദത്തിൻ്റെ അംശമുള്ള ശ്രീമദ് ഭാഗവതത്തെ ഈ സമയത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഭാഗവത സപ്താഹങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പുറകിലുള്ള ഉദ്ദേശശുദ്ധി. ഇപ്പോൾ ഭഗവാന്റെ പുരാണങ്ങൾ കേൾക്കാനും ഈ സമയം ഏറ്റവും അനുയോജ്യമാണ്. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വ്രതരീതിയാണ് നാമജപത്തിൻ്റെ രീതി. ഒരു ദിവസം ഒരു നാമമെങ്കിലും, ഗുരുവായൂരപ്പൻ്റെ പൂന്താനം പറയുന്നത് പോലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും നാരായണ എന്ന് ജപിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം എന്നാണ്. നാമജപത്തിനും ഈ സമയത്ത് വലിയ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ സ്നാനമുണ്ട്, ദാനമുണ്ട്, പുരാണശ്രവണമുണ്ട്, ഒപ്പം തന്നെ നാമജപമുണ്ട്. ഇത് 4ഉം ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന
വ്രതാനുഷ്ഠാനത്തിൻ്റെ എല്ലാ രീതികളും ഒപ്പം കൊണ്ടുപോകുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ വൈശാഖ മാസത്തിലെ വ്രതരീതി എന്ന് വെച്ചാൽ ഏറ്റവും സാത്വികമായിട്ടുള്ള ആഹാരം മാത്രം കഴിക്കുക, കൃത്യമായിട്ടുള്ള ബ്രഹ്മചര്യ വ്രതം സാധിക്കുമെങ്കിൽ നമുക്കത് ശീലിക്കാൻ സാധിക്കുമെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇങ്ങനെ സാധാരണ ഒരു വ്രതരീതിയിൽ നമ്മൾ എന്തൊക്കെയാണോ സാധാരണ ശീലിക്കാറുള്ളത് അത് ഇതിൻ്റെ കൂടെ കൊണ്ടുപോവുക. പക്ഷേ ആ വ്രതരീതി പിന്തുടരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 4 കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നാണ്. നിരന്തരമായിട്ടുള്ള സ്നാനം, ഒപ്പം തന്നെ ഭഗവാന്റെ പുരാണ കഥകളുടെ ശ്രവണം, ഒപ്പം ഏറ്റവും നല്ല രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക. ഭഗവാനെ എത്രത്തോളം നാമസങ്കീർത്തനം കൊണ്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം സന്തോഷിപ്പിക്കുക. ഇത് ആ വ്രതത്തിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി വ്രതരീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ വന്നാൽ പോലും ഒരു കാരണവശാലും ഈ 4 കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. അങ്ങനെ ഒരു മാസക്കാലം ലക്ഷ്മി നാരായണനെ ആരാധിച്ചാൽ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടും എന്നാണ് വൈശാഖ മാസത്തിൻ്റെ ഫലസിദ്ധിയായിട്ട് പറയുന്നത്. വിദ്യ വേണ്ടവർക്ക് ഏറ്റവും നല്ല അളവിൽ ഭഗവാൻ വിദ്യാഗോപാല മന്ത്രാർച്ചനയിലൂടെ വിദ്യ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് വിദ്യ ലഭിക്കുന്നു. മംഗളകാരകനായിട്ടുള്ള ഭഗവാൻ ഏറ്റവും നല്ല ജീവിത പങ്കാളിയെ അനുയോജ്യരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു. ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ സമ്പത്ത് വേണ്ട ആളുകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ പുരുഷാർത്ഥങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണോ ഒരു മനുഷ്യായുസ്സിൽ ആവശ്യമായിട്ടുള്ളത് അത് മുഴുവൻ ഈ വൈശാഖ മാഹാത്മ്യത്തിലൂടെ, വൈശാഖക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വ്രതരീതിയിലൂടെ നമുക്ക് സായത്താക്കാൻ സാധിക്കും എന്നാണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ വൈശാഖ മാസത്തിൻ്റെ വ്രതത്തിൻ്റെ ഭാഗമാവുക. ഒപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളെയൊക്കെ വൈശാഖ മാസ വ്രതം എടുക്കാൻ അവരെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളൊക്കെ തന്നെ വൈശാഖ മാഹാത്മ്യം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. വേദന ഒരിക്കലും അനുഭവിക്കാത്തവരാണ് ശക്തർ എന്ന് ചിലർ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വേദന അനുഭവിക്കുകയും അതിനെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും കരുത്തരായ മനുഷ്യർ. ഏതൊരു പ്രതിസന്ധിയിലും ഈശ്വര വിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകുക. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ശങ്കര ദേവാ അഖിലാണ്ടേശ്വരനാഥ ശരണം നീയേ ഈശാ തിരുപുറത്തപ്പ നമോ നമഃ. ദക്ഷിണ കേരളം നിരവധി ശിവക്ഷേത്രങ്ങളാൽ അനുഗ്രഹീതമായ പ്രദേശമാണ്. അത്തരത്തിൽ ഒരു മഹാസന്നിധിയിലേക്കാണ് നാം ഇന്ന് എത്തിച്ചേരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുപ്പുറത്തെത്താം. ഇവിടെയാണ് പുരാതനവും പ്രസിദ്ധവുമായ തിരുപ്പുറം മഹാദേവ ക്ഷേത്രം. ദേവദേവ മഹാദേവ ആനന്ദദായക ഗിരിജേശ. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഈ ക്ഷേത്രം അപൂർവമാകുന്നത് ഇവിടത്തെ ത്രയലിംഗ പ്രതിഷ്ഠയിലൂടെയാണ്. തിരുപ്പുറത്തപ്പ വിളിപ്പുറത്തപ്പ. ആദ്യകാല ചരിത്രരേഖകളിൽ ഈ ക്ഷേത്രത്തിന്റെ പരാമർശം ഉള്ളതുകൊണ്ട് തന്നെ അതിനു മുമ്പിൽ സ്ഥാപിതമായ ആരാധനാലയമാണിതെന്ന് മനസ്സിലാക്കാം. ഋഷിതുല്യനായ ഒരു മഹാത്മാവിനാൽ സ്ഥാപിതമായതും സ്വയംഭൂവായ ലിംഗപ്രതിഷ്ഠയുള്ളതുമാണ് ക്ഷേത്രം എന്ന് ദേവപ്രശ്നങ്ങൾ പറയുന്നു. ഇത് സംബന്ധിച്ച് പുരാണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് പഴയ തലമുറയ്ക്ക് പറയുവാനുള്ളത്. വേദവേദാന്ത സാര സർവസ്വമേ ശിവ ശിവ ശംഭോ നമോ നമഃ. താമരാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി എന്നീ 3 അസുരന്മാർ ബ്രഹ്മദേവനെ തപം ചെയ്ത് അമൂല്യങ്ങളായ വരങ്ങൾ നേടി. അതിലൊന്ന് 3 പേരെയും ഒന്നിച്ച് ഒരു ആയുധത്താൽ മാത്രമേ വധിക്കാൻ കഴിയൂ എന്നതായിരുന്നു. തികച്ചും അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ വരത്തിന്റെ മറവിൽ അസുരന്മാർ
ദേവന്മാർക്കും മറ്റും നിരവധി ദ്രോഹങ്ങൾ ചെയ്ത് അഹങ്കാരികളായി ജീവിച്ചു. ഭൂമിയിലും സ്വർലോകത്തും ജീവിതം ദുഷ്കരമായതോടെ ദേവമാനവ ഗണങ്ങൾ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. പ്രത്യേക പുരങ്ങളിലായി ആകാശം ചുറ്റുന്ന ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്ന ചുമതല ആശ്രിതവത്സലനായ മഹേശ്വരൻ ഏറ്റെടുത്തു. അങ്ങനെ മുക്കണ്ണ് തുറന്ന ദേവൻ 3 ലോകങ്ങളെയും ഒന്നിച്ച് ഭസ്മമാക്കി. അതേ തുടർന്ന് അത്യുഗ്രരൂപനായ കൈലാസനാഥൻ ലിംഗരൂപിയായി തിരുപ്പുറത്ത് കുടികൊള്ളുന്നു. ഒന്നായി വന്നിട്ട് മൂന്നായിരുന്നിട്ടും രൗദ്രം മാറാത്ത പുരഹര. എന്നാൽ ശിവന്റെ ഉഗ്രസ്വരൂപത്തിന്റെ ശക്തി മുഴുവൻ കുടികൊള്ളുന്ന ഏകപ്രതിഷ്ഠ ലോകത്തിന് തന്നെ അപകടമുണ്ടാക്കിയേക്കാം എന്നതിനാൽ അതിലെ ശക്തി മറ്റ് 2 ശിവലിംഗങ്ങളിൽ കൂടി ആവാഹിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതാണ് ഇവിടുത്തെ ത്രയലിംഗ പ്രതിഷ്ഠയുടെ ഐതിഹ്യം. തൃക്കണ്ണ ത്രിപുരരെ ഭസ്മമാക്കി തിരുപുറത്തെത്തി ത്രൈലോക്യനാഥൻ. ഇവിടെ 3 പ്രതിഷ്ഠകളാണുള്ളത്. പ്രധാന പ്രതിഷ്ഠയ്ക്ക് 2 വശത്തുമായി ശിവലിംഗം തന്നെ 3 പ്രതിഷ്ഠകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുടെ പ്രഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 2 ഭാഗത്തുമായിട്ട് ഇങ്ങനെ ശിവലിംഗം സ്ഥാപിച്ചത്. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിരയിളകും തിരുപുറം ഒരു പ്രണവസാഗരം. ത്രിപുരദഹനത്തിന് ശേഷം ദേവൻ കുടികൊണ്ട സ്ഥലം എന്ന നിലയിൽ ഈ പ്രദേശം ത്രിപുരം എന്ന പേരിലാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്നും കാലക്രമേണ ആ നാമധേയം തിരുപ്പുറം എന്ന് മാറുകയാണുണ്ടായതെന്നുമാണ് പരക്കെയുള്ള വിശ്വാസം. കാലം കലികാലം ജ്ഞാനമപൂർണം. പഞ്ചകലകൾ തികഞ്ഞ ഒരു ഉത്തമ മഹാക്ഷേത്രമാണിതെന്ന് ദേവപ്രശ്നങ്ങൾ തെളിയുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതും പരിസരങ്ങളിൽ കാണപ്പെടുന്നതുമായ മിനുസമുള്ള ശിലകൾ ക്ഷേത്ര പഴമയ്ക്ക് സാക്ഷി നിൽക്കുന്നു. കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകോവിൽ. അതിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഇരുവശവുമായി തന്നെ 2 മറ്റ് ശിവലിംഗങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ത്രിപുരങ്ങൾ ദഹിപ്പിച്ച ത്രിലോചനൻ. പ്രധാന ശ്രീകോവിലിന് തെക്ക് മൂലയിലാണ് ഗണപതി ക്ഷേത്രം. കിഴക്കുവശത്തുള്ള ദേവീക്ഷേത്രത്തിൽ 2 പ്രതിഷ്ഠകളാണുള്ളത്. ഒന്ന് മഹിഷാസുര മർദിനിയും മറ്റൊന്ന് ശാന്തസ്വരൂപിണിയായ ശ്രീ പാർവതിയും. അതിനടുത്ത് തന്നെ ധർമ്മശാസ്താവിന്റെ ദേവാലയം കാണാം. വടക്ക് കിഴക്ക് മൂലയിലാണ് നാഗരാജ പ്രതിഷ്ഠ. കാലാകാലങ്ങളിൽ നിലവിൽ വരുന്ന ഉപദേശക സമിതിയുടെയും നാട്ടുകാരുടെയും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളിൽ കാലപ്പഴക്കത്താൽ ദുരവസ്ഥയിലായിരുന്ന ക്ഷേത്രം പല കാലങ്ങളിലായി പുനർനിർമ്മിക്കപ്പെട്ടു. രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന ദേവീദേവന്മാർ എല്ലാം ക്ഷിപ്രപ്രസാദികളാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ തിരുപ്പുറത്തപ്പനും ഭക്തർക്ക് വളരെ വേഗം അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. നിത്യേന ജലധാരയും തിരുവാതിര നാളിൽ നടത്തുന്ന മൃത്യുഞ്ജയ ഹോമവുമാണ് പ്രത്യേക ചടങ്ങുകൾ. ശിവരാത്രിയാണ് തിരുപ്പുറത്തെ പ്രധാന ഉത്സവം. ശിവരാത്രിക്ക് 9 ദിവസം മുമ്പ് കൊടിയേറി ശിവരാത്രി ദിനം ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നു. ഒരു ഗ്രാമപ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്തുകൊണ്ട് അതിപ്രാചീന കാലങ്ങളിൽ എന്നോ ഒരു പുണ്യാത്മാവ് കൊളുത്തിയ ദേവചൈതന്യത്തിന്റെ ദീപശിഖ കൂടുതൽ ചൈതന്യത്തായി ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മംഗളം നിത്യമംഗളം ശുഭ മംഗളം ശിവമംഗളം. അഭീഷ്ടസിദ്ധിയുടെ അവസാന ആശ്രയമായ ശ്രീ മഹാദേവന് മുന്നിൽ നമുക്കും കൈകൂപ്പാം. ശംഭോ മഹാദേവ. മഹാദേവ മംഗളം നിത്യ മംഗളം നിത്യമംഗളം. മനുഷ്യർ എല്ലാവരും പുറത്തെ ബഹളങ്ങളിൽ പെട്ട് അതിൽ രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിവേകികളായ മനുഷ്യർ അവർ അവരുടെ ഉള്ളിലെ നിശബ്ദതയെ അറിയുകയും ആ ശാന്തതയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.